ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് നഴ്സിംഗ് വേക്കൻസീസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത് ദുബായിലോട്ടും അതുപോലെ തന്നെ സൗദിയിലോട്ടുമാണ്. ഈ വേക്കൻസീസിൻ്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ഏജൻസീസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തം മാറൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ദുബായിലെ ഒരു നഴ്സിംഗ് വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ദുബായിലോട്ടാണ്. അപ്പോൾ ഇത് ചോദിച്ചേക്കുന്നത് നിയോനട്ട് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലോട്ടുള്ള നഴ്സുമാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ വരുന്നത് BSc നഴ്സിംഗ് ആൻഡ് MSc നഴ്സിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൽ വേണ്ടത് വാലിഡ് രജിസ്ട്രേഷൻ ഉണ്ടാവണം, മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ രജിസ്ട്രേഷനും അവർ അക്സെപ്റ്റഡ് ആണ്. നിങ്ങളിപ്പോൾ DH എഴുതി നിങ്ങൾക്ക് ദുബായിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ദുബായിലോട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർ എത്രയും വേഗം നിങ്ങളത് അപ്ലൈ ചെയ്യുക. നമുക്കിനി അടുത്തൊരു വേക്കൻസി നോക്കാം. ഈ വേക്കൻസി വന്നിട്ടുള്ളത് സൗദിയിലോട്ടാണ്. അപ്പോൾ വന്നിട്ടുള്ളത് ഡോക്ടർ സുലൈമാൻ അൽ ഹബീബ് ഹോസ്പിറ്റലിലോട്ടാണ്. ഈ വേക്കൻസി പോസ്റ്റ് ചെയ്തേക്കുന്നത് 14 സെപ്റ്റംബർ 2025 രജിസ്റ്റേർഡ് നഴ്സസിനെയാണ് അവർ ചോദിച്ചേക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc നഴ്സിംഗ് GNMകാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. പിന്നെ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ BLS സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അതായത് BLS കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം, അത് മസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് സ്കിൽസ് അവർ ചോദിച്ചിട്ടുണ്ട്, അതായത് ഹാൻഡ്ലിംഗ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ പേഷ്യൻസ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രൊസീജിയേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പേഷ്യൻ്റ് കെയർ സ്കില്ലും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനും ഈ സ്കിൽസും എല്ലാം നിങ്ങൾക്ക് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വേക്കൻസി നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൗദിയിലെ ഒരു നഴ്സിംഗ് വേക്കൻസിയാണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ ജോബ് പോസ്റ്റ് ചെയ്തേക്കുന്നത് 17 സെപ്റ്റംബർ 2025 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് 23 സെപ്റ്റംബർ 2025 കേട്ടോ. ഇത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവസാനം പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചേക്കുന്നത് വാർഡാണ്. സ്പെസിഫിക് ആയിട്ട് ഇന്ന വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല, വാർഡാണ് അവർ ചോദിച്ചിട്ടുള്ളത്. BScക്കാർക്കും അതുപോലെ തന്നെ MScക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 4 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് SCFHS ലൈസൻസ്, അതായത് സൗദി കമ്മീഷനിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം, അവിടുത്തെ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നാട്ടിലെ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് MOD ആണ്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം അപ്ലൈ ചെയ്യാൻ നോക്കുക. നമുക്കിനി അടുത്തൊരു വേക്കൻസി നോക്കാം. ഇതും വന്നിട്ടുള്ളത് കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ടാണ്. ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത് 18 സെപ്റ്റംബർ 2025 ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 23 സെപ്റ്റംബർ 2025 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് വെച്ചാൽ BScക്കാർക്കും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ MScക്കാർക്കും അപ്ലൈ ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിനിക്കൽ സെക്ഷനാണ് അവർ ചോദിച്ചിട്ടുള്ളത്. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ SCFHS ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണോ വർക്ക് ചെയ്യുന്നത് നമുക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതും സെയിം ഹോസ്പിറ്റലിലെ വേക്കൻസിയാണ്. കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ടാണ്. ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത് 17 സെപ്റ്റംബർ 2025. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ ചെയ്യേണ്ടത് 23 സെപ്റ്റംബർ 2025 കേട്ടോ. ഈ ജോബ് വന്നേക്കുന്നത് റിയാദിലോട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പീഡിയാട്രിക് ICU ആണ്. പിന്നെ BSc നഴ്സുകാർക്ക് ഇത് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ GNMകാർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ SCFHS ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ കൺട്രി ഓഫ് ഒറിജിനിലെ ലൈസൻസും നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്തൊരു വേക്കൻസി വന്നിട്ടുള്ളത് അതും സെയിം കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ടാണ്. ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നതും 17 സെപ്റ്റംബർ 2025 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 22 സെപ്റ്റംബർ 2025 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നത് ലിവർ ICU ആൻഡ് HDU, അതുപോലെ തന്നെ കാർഡിയാക് സർജറി ICU, പിന്നെ മെഡിക്കൽ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നമുക്ക് BSc നഴ്സുകാർക്കും അത് GNMകാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ SCFHS ലൈസൻസും ഒറിജിനിലെ ലൈസൻസും നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. എത്രയും വേഗം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ നോക്കുക. നമുക്ക് അടുത്തൊരു വേക്കൻസിയിലോട്ട് പോവാം. ഈ വേക്കൻസി വന്നിട്ടുള്ളതും കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ടാണ്. ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 15 സെപ്റ്റംബറിലാണ്.
ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതായത് 21 സെപ്റ്റംബർ. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് 21 സെപ്റ്റംബർ ആണ്. ഇത് റിയാദിലോട്ടാണ് കേട്ടോ ഈ വാക്കൻസി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കാർഡിയോ വാസ്കുലർ ടെലിമെട്രിക് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കും പിന്നെ ഹെമറ്റോളജി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ BSc ക്കാർക്കും GNMകാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ SCFHS ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ ലൈസൻസ് ഫ്രം കൺട്രി ഓഫ് ഒറിജിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാക്കൻസീസ്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദുബായിലോട്ടായാലും സൗദിയിലോട്ടായാലും ഇത് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ കയറി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ CV നിങ്ങൾക്ക് അതിനകത്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ജോബ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ലിസ്റ്റഡ് ഇമെയിൽ വരുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഡേറ്റും എല്ലാം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം അപ്ലൈ ചെയ്യാൻ നോക്കുക. ഞാൻ ഈ ജോബിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിനി ഇതുപോലെ നഴ്സിംഗ് വാക്കൻസീസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ നഴ്സിംഗ് വാക്കൻസീസ് വരുന്നതനുസരിച്ച് ഞാൻ ഇതുപോലെ ആഴ്ചയിൽ ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങളത് കണ്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഡിലേ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല. അത് കാരണം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ എൻ്റെ യൂട്യൂബ് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഈ മെസ്സേജസിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്